ലെബനനിലെ ഭീകര സംഘടനയായ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം തുടരുമെന്ന ഇസ്രയേൽ വെടിനിർത്തൽ ധാരണയിൽ ലെബനൻ ഒപ്പിട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്രമണ മുന്നറിയിപ്പ്. ഇറാനെതിരായ സൈനിക നടപടി നിർത്തിവെക്കുമെന്നും ഇസ്രയേൽ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, ഈ ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷം അത് വർഷങ്ങളായി തന്നെ തുടരുന്നതാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ഇപ്പോഴത്തെ സംഘർഷത്തിനകത്ത് താൽക്കാലികമായ വെടിനിർത്തൽ ഉണ്ടായാലും ലെബനനിലേക്ക് പ്രത്യാക്രമണം തുടരുമെന്ന് തന്നെയാണോ ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും പറയുന്നത്? ഗൗതം, ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്, അതായത് ഇസ്രയേലിൻ്റെ അറിയിപ്പിൽ പറയുന്നത്, വളരെ കൃത്യമായി പറയുന്നത്, ലെബനൻ ഈ വെടിനിർത്തൽ ധാരണയിൽ ഉൾപ്പെട്ടിട്ടില്ല, ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്ന് തന്നെയാണ്. അതിന് പശ്ചാത്തലമൊരുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ വെടിനിർത്തൽ മാനദണ്ഡങ്ങളിൽ, ഈ 10 നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ഇറാൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ലെബനൻ ഉൾപ്പെടെ വെടിനിർത്തൽ അല്ലെങ്കിൽ ആക്രമണം നിർത്തണം, ലെബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഉൾപ്പെടെ നിർത്തണം എന്നൊരു ആവശ്യമായിരുന്നു. ഈ 10 നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. അതായത് കുറെ കൂടി പ്രായോഗികമായതുകൊണ്ട് തന്നെ ചർച്ചകളിലേക്ക് നീങ്ങാമെന്ന നിലപാടാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ 10 നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനെതിരായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഇറാന് മാത്രമാണ് ബാധകമാകുക എന്നതും ഈ ഹിസ്ബുള്ളയ്ക്ക് അത് ബാധകമാകില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്നാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയ്ക്കെതിരെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതിശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ, 11 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഔദ്യോഗികമായി പുറത്തു വന്നതെങ്കിലും 20-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ 50-ലേറെ പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കൃത്യമായി ഹിസ്ബുള്ള ശാക്തീകരിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് തന്നെ IRGCയുടെ ഒരു വിഭാഗം ലെബനനിലെത്തി ഹിസ്ബുള്ളയെ ശാക്തീകരിക്കുകയും ഹിസ്ബുള്ള വീണ്ടും ആക്രമണങ്ങൾക്ക് മുതിരുകയും ചെയ്തു. സിറിയയിലെ IS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആയുധങ്ങൾ ലഭ്യമാക്കുക കൂടി ചെയ്തതോടെ ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് ഹിസ്ബുള്ള നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അതിശക്തമായ ആക്രമണം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആരംഭിച്ചത്. ആ ആക്രമണം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആഭ്യന്തര വിഷയമായി മാറുന്ന ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ കൃത്യമായി തുടരുകയും ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അതായത് നിലവിലെ വെടിനിർത്തൽ ധാരണയിൽ എന്താണോ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു ഘടകം, ആ ഒരു ഘടകത്തെ, അതായത് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണങ്ങൾ ശക്തമായി തുടരുമെന്ന് ഉറച്ചു പറയുക തന്നെയാണ് ഇസ്രായേൽ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ തന്നെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലയിൽ തന്നെ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ ഐസൺ, ഏതായാലും ശക്തമായ നിലപാടുമായി ഇസ്രായേൽ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ തീർക്കുന്നതുവരെ ഇപ്പോഴത്തെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിനിർത്തൽ ധാരണ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള ഭാഗമായിട്ടില്ല. അതിനാൽ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ അംഗീകരിക്കുന്നുണ്ട് 10 ദിവസത്തേക്ക്. പക്ഷേ ഇസ്രായേൽ ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരും എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്.